ഷാലോം ടി വി പ്രേക്ഷകർക്ക് ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. സ്നേഹത്തിൻ്റെ സന്തോഷം നമ്മുടെ കുടുംബങ്ങളിൽ വളരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന ചാക്രിക ലേഖനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. നമ്മുടെ വിവാഹ ജീവിതത്തിൽ സ്നേഹത്തിൽ മുന്നേറാനും അനുദിന ജീവിതത്തിലെ വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളിലും സഹായകമാകാനും ഉള്ള ചിന്തകളും ചർച്ചകളുമാണ് നാം ഇന്ന് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുക. ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇന്നത്തെ വിശിഷ്ട വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. ഇന്നത്തെ ചർച്ചയിലേക്ക് നാം ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ സ്നേഹമുള്ള വർഗീസ് കുത്തൂർ അച്ഛനെയാണ്. ഫാദർ വർഗീസ് കുത്തൂർ തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിലെ എക്സിക്യൂട്ടീവ് മാനേജരും കുടുംബരംഗത്ത് ഏറെ സ്നേഹത്തോടെ ഇടപെടുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അച്ഛൻ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ചർച്ചകളിൽ സജീവ സാന്നിധ്യമായിരിക്കുന്ന ഡോക്ടർ കെ.എം. ഫ്രാൻസിസ് സാറിനെയാണ്. സെന്റ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും ഇപ്പോൾ അതിരൂപതയുടെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റുമാണ് ഫ്രാൻസിസ് സാറ്. വചനപ്രഘോഷണ വേദികളിൽ ഏറെ സജീവമായി രംഗത്തുള്ള ഡോക്ടർ കെ.എം. ഫ്രാൻസിസ് സാറിനെ ഈ ചർച്ചയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ചർച്ചയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന വില്ലി മാഡത്തെ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. വില്ലി മാഡം അഭിഭാഷകയും കൗൺസിലിംഗ് രംഗത്ത് ഏറെ നാളുകളായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിശിഷ്ട വ്യക്തിയാണ്. ഇപ്പോൾ തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ വർക്കിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്നു. മാഡത്തെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് സ്നേഹത്തിന് വേണ്ടി വിവാഹം ചെയ്യൽ. വിവാഹം എന്ന് പറയുന്നത് സ്നേഹിക്കാനുള്ള വിളിയാണെന്ന് നാം കൂടെ ഈ ചർച്ചകളിൽ നമ്മൾ കേട്ട ഒരു കാര്യമാണ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സ്നേഹത്തിന് വേണ്ടി വിവാഹം ചെയ്യൽ. വിവാഹം സ്നേഹിക്കാനുള്ള വിളിയാണെന്ന് നാം പലതവണ കേട്ടതാണ്. എല്ലാ ബന്ധങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും സുശക്തമായൊരു ബന്ധത്തിലേക്ക് യുവജനങ്ങൾ കടക്കുന്ന, ഏറെ പ്രതീക്ഷയോടെ കടക്കുന്ന ഒരവസരം കൂടെയാണ് വിവാഹം. സ്നേഹത്തിന് വേണ്ടിയുള്ള ഈ വിവാഹത്തിൻ്റെ വളരെ ഗൗരവതരമായ ചില വിഷയങ്ങൾ നമ്മൾ ഈ ചർച്ചയിൽ നമ്മൾ അവതരിപ്പിക്കുന്നു. ഈ ചർച്ചയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാധാരണഗതിയിൽ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ചിന്ത, വിവാഹം എന്ന് പറയുന്നത് ഒരു ശാരീരികവും വൈകാരികവുമായ സംതൃപ്തിക്ക് വേണ്ടിയുള്ള ഒരു ഒന്നുചേരൽ മാത്രമാണെന്നാണ്. എൻ്റെ അപ്പുറത്ത് ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ സ്നേഹത്തിന് വേണ്ടി വിവാഹം ചെയ്യൽ, അപ്പോൾ അതൊന്ന് അച്ഛൻ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യ പുസ്തകത്തിൽ തന്നെ ഈ ഒരു ക്ലാരിറ്റി ദൈവം കൊടുക്കുന്നുണ്ട്. വാസ്തവത്തിൽ അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യം എന്താ? യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം സ്നേഹമാകുന്നു. അപ്പോൾ ദൈവം സ്നേഹമാണെങ്കിൽ പങ്കുവെക്കാതിരിക്കാൻ ദൈവത്തിന് പറ്റില്ല. അപ്പോൾ ദൈവം പങ്കുവെക്കുകയാണ്. അവിടെയാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. സൃഷ്ടിച്ചിട്ട് പറയുന്ന അവൻ ഏകനായിരിക്കുന്നതെന്നല്ല, അവൻ യോജിച്ച ഇണയെ നൽകും. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അവന് സ്നേഹിക്കാനുള്ള വലിയ ആഗ്രഹം ഉള്ളിലുണ്ട്. അത് അവന് തുണയായി ഇണയായി ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. അവൻ്റെ പേര് പോലും, അവളുടെ പേര് പോലും നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. സ്ത്രീയെ സൃഷ്ടിച്ചിട്ട് പുരുഷൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ പുരുഷൻ ഏതാണ്ട് വാ പൊളിച്ച് വാ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ഹവ്വ പേരൊക്കെ വരുന്നതൊക്കെ. അപ്പം അവിടെയൊക്കെ ഒരു സ്നേഹത്തിൻ്റെ വലിയ ഒരു പങ്കുവെക്കൽ, അത് മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണ്. സ്നേഹിക്കണം. അതിന് ദൈവം തന്നെ ഒരു പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ച് അവരുടെ ദാമ്പത്യത്തെ വിവാഹത്തിലൂടെ ഉടമ്പടിയിലൂടെ ആശീർവദിച്ച് ഇതാ അനുഗ്രഹിക്കുക. തീർച്ചയായിട്ടും ആ സ്നേഹത്തിൻ്റെ വലിയ ഒരു ഫലമാണ് കുഞ്ഞുങ്ങളുണ്ടാകുക എന്നുള്ളതൊക്കെ. അപ്പോൾ സ്നേഹിക്കുക എന്നുള്ളത് ദൈവം മനുഷ്യനിൽ കൊടുത്തിട്ടുള്ള ഒരു സ്ഥായിയായിട്ടുള്ള ഭാവമാണ്. അതിനെ ഒരു കൂദാശിയാക്കി അതിന് ദൈവം ബ്ലസ് ചെയ്യുന്നതും കൂടിയാണ് വാസ്തവത്തിൽ ഈ വിവാഹം എന്ന ആ കൂദാശയിൽ നമ്മൾ കാണുന്നത്. ഇവിടെ ശാരീരികമായ സംതൃപ്തിയുണ്ട്, വൈകാരികമായ സംതൃപ്തിയുണ്ട്, പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്ത്
സ്നേഹിക്കുക അല്ലേ? സ്നേഹിക്കുക, അതാണല്ലോ ടീച്ചർ ചോദിച്ചത്. അതിൻ്റെ അർത്ഥം അച്ഛൻ പറഞ്ഞ ന്യൂക്ലിയസിനകത്ത് അതിൻ്റെ അർത്ഥം കിടപ്പുണ്ട്. അതായത് സ്നേഹിക്കാൻ വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്. സ്നേഹമാണ് മനുഷ്യൻ്റെ സ്വഭാവം. ഇപ്പോൾ യേശു തന്നെ പറയുന്നുണ്ട്, ഫലത്തിൽ നിന്ന് വേണം നിങ്ങൾ വൃക്ഷത്തെ തിരിച്ചറിയാൻ. അപ്പോൾ ഒരു മാവിനെ മാവെന്ന് വിളിക്കുന്നത് അതിൽ മാങ്ങ ഉണ്ടാകുമ്പോഴാണ്, തെങ്ങിനെ തെങ്ങെന്ന് വിളിക്കുന്നത് തേങ്ങ ഉണ്ടാകുമ്പോഴാണ്. അതുപോലെ മനുഷ്യനെ മനുഷ്യനെന്ന് വിളിക്കേണ്ടത് അവനിൽ സ്നേഹമുണ്ടാകുമ്പോഴാണ്. ഇതെങ്ങനെ അവനിൽ ഉറങ്ങിക്കിടക്കുന്നു? അത് ഒരു നാളികേരത്തിൻ്റെ അകത്ത് തെങ്ങ് കിടക്കുന്ന പോലെ മനുഷ്യൻ്റെ അകത്ത് സ്നേഹം കിടക്കുന്നുണ്ട്. അത് ഒളിഞ്ഞിരിപ്പാണ്. അപ്പോൾ കുടുംബജീവിതം എന്ന ഫെർട്ടൈൽ ഫലഭൂയിഷ്ടമായ മണ്ണിൽ അത് വളർന്ന് 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 ഉള്ളിൽ വരണം. അത് വളർന്ന് പൂർണ്ണത പ്രാപിക്കുമ്പോഴാണ് മാർപ്പാപ്പ പറയുന്നുണ്ട്, ആ സ്നേഹം കണ്ടിട്ട് വേണം മക്കൾക്ക് ദൈവസ്നേഹം അറിയാൻ. അപ്പോൾ ഇതാണ് കുടുംബം എന്ന് പറയുന്നത്. സ്നേഹം എന്ന നമ്മുടെ ഉള്ളിലുള്ള ആ വിളിയെ വളർത്തി പൂർണ്ണതയിൽ എത്തിക്കാനുള്ള ഫലഭൂയിഷ്ടമായ ഒരു ഭൂമി. ആ ഭൂമിയിൽ ഇത് വളർത്തുമ്പോൾ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും. അപ്പോൾ സ്നേഹം ശരിക്ക് വീട്ടിൽ നിന്ന് ദൈവസ്നേഹവും പരസ്നേഹവും മാതാപിതാക്കളിലൂടെ വളർത്തിയെടുക്കേണ്ടതാണ്. ബന്ധങ്ങളിലൂടെ വളർത്തിയെടുക്കും. ചിലപ്പോഴൊക്കെ ചില കുടുംബങ്ങളിലെ ഈ സ്നേഹം ഇല്ലാതെയാകുമ്പോൾ അത് കുട്ടികളെ എന്തുമാത്രം ബാധിക്കുന്നുവെന്ന് നമ്മൾ കാണുന്നുണ്ട് ശരിക്കും. പക്ഷെ പാപ്പ പറയണേ ഏറ്റവും സുശക്തമായൊരു ബന്ധമാണ് വിവാഹം. അപ്പോൾ ഈ ബന്ധം സ്ഥാപിക്കുന്നതിന് നമ്മൾ വളർന്ന ഭവനത്തിലുള്ള സുരക്ഷിതത്വം യഥാർത്ഥത്തിൽ ഉപേക്ഷിച്ചു എന്ന് വ്യക്തമാക്കാനുള്ള മാർഗമാണ് വിവാഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നമുക്കുള്ള നമ്മുടെ വീടൊക്കെ ഉപേക്ഷിച്ച് ഒരു സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ആ ഒരു ഉപേക്ഷിക്കലിലൂടെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് അല്ലേ നമ്മളെ പഠിപ്പിക്കുകയാണ്. പാരൻസിനൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പലപ്പോഴും അവരുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ വിവാഹിതരാകുന്ന ദിവസം, ആ ദിവസത്തിൽ നിങ്ങളിൽ എത്ര പേര് ഞാൻ നല്ലൊരു ഭാര്യയാവും, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു ഭർത്താവാകും, ഞാൻ നല്ലൊരു അമ്മയാകും, ഞാൻ നല്ലൊരു അച്ഛനാകും എന്ന് ആ സമയത്ത് തീരുമാനമെടുത്ത് അതിലൂടെ മുന്നോട്ട് പോയി എത്ര പേരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ വളരെ ചുരുക്കം പേരാണ് കൈപ്പൊന്തിക്കാറ്. 1, 2, 3 പേര്. അപ്പോൾ അതിനർത്ഥം ആരും വിവാഹം, നമ്മളിവിടെ പറഞ്ഞു വെച്ചൊരു കാര്യം, ക്രൈസ്തവ ജീവിതത്തിൽ നമ്മൾ കാണുവാണെങ്കിൽ വിവാഹം ഒരു ഉടമ്പടിയാണ്, കൂദാശയാണ്. ആ കൂദാശ സ്വീകരിക്കാൻ വരുന്ന വ്യക്തികൾ പോലും ഒരുപക്ഷെ അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാതെ വിവാഹത്തിലേക്ക് കടക്കുന്നു. അവർക്കതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഇനി വിവാഹപൂർവ്വ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം, അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുക, വിവാഹം എന്ന കൂദാശയിലൂടെ നിങ്ങൾ എന്താ ആഗ്രഹിക്കുക? അപ്പോൾ അവർ പറയും, ഇവിടെ വന്നിരുന്ന് പഠിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല അത്. ഇവിടെ വന്നിരുന്ന ഒരു 3 ദിവസത്തെ ക്ലാസ് കൊണ്ട് അവർ വിചാരിക്കുന്നത് ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇതൊന്നും ഞങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല. പലരും കൈപ്പൊന്തിക്ക് ഇങ്ങനൊരു ക്ലാസ് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എത്രയോ അതിനപ്പുറത്താണ് വിവാഹം എന്ന കൂദാശയുടെ സന്തോഷവും സ്നേഹം കൊടുക്കലും വാങ്ങലുമാണ്. അപ്പോൾ ഒരു വിവാഹിതരാകാൻ പോകുന്ന ഒരു പുരുഷൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, ബോയ്സിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും, എന്നെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന, എൻ്റെ കുടുംബത്തെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന ഒരു ഭാര്യയെയാണ് ഞാൻ ആഗ്രഹിക്കുക. ഇനി തിരിച്ച് നമ്മൾ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുടെ അടുത്ത് അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയും, അതായത് എനിക്ക് കെയർ വേണം, എനിക്ക് പ്രൊട്ടക്ഷൻ വേണം എന്നുള്ളത്. അപ്പോൾ രണ്ടുപേരും പരസ്പരം ഇത് മനസ്സിലാക്കിക്കൊണ്ട് വിവാഹത്തിലേക്ക് വരുമ്പോൾ അതിന് കുറച്ചും കൂടെ നമ്മൾ ഈ പറയുന്ന അർത്ഥവും വ്യാപ്തിയും കൈവരുന്നുണ്ട്. അതേസമയം ഇതൊന്നും മനസ്സിലാക്കാതെ വരുന്നവരിലാണ് പലപ്പോഴും ഈ മാരിറ്റൽ കോൺഫ്ലിക്റ്റ് കൂടുതലായിട്ട്. അതിന് ഒരു ദിവസം എന്നില്ല, 2 ദിവസം എന്നില്ല, ചിലപ്പോൾ വിവാഹം കഴിഞ്ഞ അന്ന് മുതലേ തന്നെ ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. വലിയ മേഡം പറഞ്ഞ ഒരു സ്ത്രീകൾ പറയുന്നു പുരുഷനിൽ നിന്ന് കുറേ എപ്പോഴും സുരക്ഷിതത്വം കിട്ടണം. വാസ്തവത്തിൽ ഇത് സങ്കീർത്തനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. 45-ാം സങ്കീർത്തനം വിവാഹം എന്ന കൂദാശ പരികർമ്മം ചെയ്യുമ്പോൾ അതിലെ നമ്മൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ്, എൻ്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക, നിൻ്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവൾ അതൊക്കെ വിട്ടുപോരുമ്പോൾ തീർച്ചയായിട്ടും ഭർത്താവിൻ്റെ വീട്ടിൽ വരുമ്പോൾ ആ ഒരു സുരക്ഷിതത്വം, എൻ്റെ സ്വന്തം അപ്പൻ്റെയും അമ്മയുടെയും അടുക്കലുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു സേഫ്റ്റി ഫീലിംഗ് ഉണ്ട്. അവിടെ എൻ്റെ അപ്പനമ്മ ഉണ്ട് എൻ്റെ കൂടെ. ഈ ഒരു ഫീലിംഗ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവൾക്ക് ഉറപ്പായിട്ടും കിട്ടണം, ഫീൽ ചെയ്യണം.
അത് കിട്ടാതെയൊക്കെ വരുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു ചീറ്റിലും പൊട്ടലും ഒക്കെ ചിലപ്പോൾ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ഇതിലെ പ്രശ്നം വെച്ചാൽ ഇനി ആദ്യത്തെ ലെവലിൽ ഇങ്ങനത്തെ ഈ പറയുന്ന രീതിയിലുള്ള ആഗ്രഹപൂർത്തീകരണം നടക്കില്ല. അപ്പം ഈ ആഗ്രഹപൂർത്തീകരണം നടക്കാതിരിക്കുമ്പോൾ മാർപ്പാപ്പ ഈ ലേഖനത്തിൽ പറയുന്നത് നിങ്ങൾ ഒരു അതിസാഹസികമായ എന്ന് വെച്ചാൽ ഒരു വെല്ലുവിളിനെ ഏറ്റെടുക്കണത് എങ്ങനെ ഒരിക്കലും സുരക്ഷിതത്വം ലഭിക്കാത്ത വിധത്തിലുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക്. അപ്പോൾ അവിടേക്ക് നിങ്ങളിത് ബിൽഡപ്പ് ചെയ്യാനാണ് പോകണം. ഇത് പുതിയൊരു ബന്ധം കെട്ടിപ്പടുക്കാൻ പോവാൻ. അപ്പോൾ ഈ കെട്ടിപ്പടുക്കാൻ പോകുമ്പോൾ പകുതി സ്വന്തം വീട്ടിലും പകുതി ഭർത്താവിൻ്റെ അടുത്തായിട്ടാണ് പലരും എന്ത് ചെയ്യണത്, ബാലൻസ് ചെയ്ത് പോണത്. അപ്പോൾ സുരക്ഷിതത്വം അമ്മേരൊക്കത്ത് നിന്ന് ഇറങ്ങാനും പറ്റില്ല, അപ്പൻ്റെ അടുത്തേക്ക് പോവും വേണമെന്ന് പറയുന്ന പോലെ. അപ്പോൾ പല വീട്ടിലും ഈ ബൈബിളിൽ പറയുന്ന ആ സാഹസികതത്വം, പുത്രി നിന്റെ പിതൃഭവനത്തെ മറന്നേക്കുക, ഇതിൽ പാപ്പ പറയുന്ന വാക്കൊന്നും നമുക്കൊന്ന് വായിക്കാം. മറ്റൊരു വ്യക്തിക്ക് മുഴുവനായും സുനിശ്ചിതമായും സമർപ്പിക്കുക എന്നത് എപ്പോഴും സാഹസവും ധീരവുമായ ചൂതാട്ടവുമാണ്. അത്തരമൊരു സമർപ്പണം നടത്തുന്നതിൽ വൈമനസ്യം സ്വാർത്ഥതാപരമാണ്, ദുരാലോചനപരവും സങ്കുചിതവുമാണ്. മറ്റൊരു വ്യക്തിയുടെ അവകാശങ്ങളെ അംഗീകരിക്കുന്നതിലും വ്യവസ്ഥാതീതമായ സ്നേഹത്തിന് അർഹൻ എന്ന വിധത്തിൽ സമൂഹത്തിനെ വ്യക്തി അവതരിപ്പിക്കുന്നതിലും അത് പരാജയപ്പെടുന്നു. അപ്പം ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നടന്നു വരുന്ന സംഭവം ഇതാണ് വെച്ചാൽ പകുതി ഭർത്താവിൻ്റെ വീട്ടിൽ പകുതി അമ്മയുടെ അടുത്ത് അപ്പൻ്റെ അടുത്ത്. അപ്പം ഈ അമ്മേനെ അപ്പനെയും വിടാതിരിക്കാൻ ഈ പുരുഷനും സ്ത്രീയും ചില സൂത്രങ്ങൾ എടുക്കും. എന്താണ്, ഇപ്പോൾ എനിക്ക് അച്ഛൻ്റെ അടുത്തുനിന്ന് ഒരു സ്നേഹം കിട്ടണമെങ്കിൽ സിമ്പതി ക്രിയേറ്റ് ചെയ്യലാണ് എൻ്റെ ഏറ്റവും നല്ല കാര്യം. എന്ത്, എന്നെ അവൻ ഇങ്ങനെ ചെയ്തു, എന്നെ ഇവൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയലാണ്. അപ്പോൾ ഭാര്യ പെൺകുട്ടികൾ എന്ത് ചെയ്യും, ഭർത്താവിൻ്റെ വീട്ടിൽ അവളും ഭർത്താവുമായിട്ട് കണ്ടമാന എൻജോയ്മെൻറ്റ്സ് ഉണ്ട്, അതൊന്നും അമ്മോട് പറയില്ലേ, അപ്പനോട് പറയില്ലേ, കുറവും. അപ്പോൾ ഈ പെൺകുട്ടിയുടെ കുറവുകൾ ഉപേക്ഷിക്കാനുള്ള സിങ്ക് എന്ന് വെച്ചാൽ ക്ലോസറ്റാണ് ആര്, അമ്മയും അപ്പനും. അതുപോലെ പുരുഷനും. ഇപ്പം എൻ്റെയൊക്കെ ജീവിതത്തിൽ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത്, എൻ്റെ ഭാര്യയുമായിട്ട് ഞാൻ സന്തോഷിച്ച് ഉല്ലസിച്ച് നടക്കുകയാണ്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് കുറവുണ്ടാവും. ആ കുറവ് വന്നിട്ട് ഞാൻ എൻ്റെ അമ്മയാകുന്ന ക്ലോസറ്റിലിടും. അപ്പം അമ്മ മനസ്സിൽ വിചാരിക്കണത് ഇവൻ്റെ ഭാര്യയായിട്ടുള്ള ബന്ധം മുഴുവൻ ഏതാണെന്ന്, ഈ ദുഃഖാണെന്ന്. അപ്പം അമ്മയ്ക്ക് സ്വാഭാവികമായിട്ട് എൻ്റെ ഭാര്യയോട് എന്ത് വരും, ദേഷ്യം വരും. കാരണം ഈ ഒന്നിനും കൊള്ളാത്ത ഈ മോനെ കോളേജ് അധ്യാപകനാക്കി മാറ്റാൻ കഷ്ടപ്പെട്ടിട്ട് അവന് നീ കഷ്ടപ്പെടുത്തിയാണോടി എന്നാണ് അമ്മയുടെ ചോദ്യം. അപ്പോൾ ഈ ഉപേക്ഷിക്കുന്നതിലും സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നതിലും ഇൻലോസ്, നമ്മൾ അങ്ങനെ ഒരു ടെക്നിക്കൽ വാക്ക് പറയുകയാണെങ്കിൽ അവർക്ക് വല്ലാത്തൊരു റോളുണ്ട്. ഞാൻ എൻ്റെ വിവാഹത്തിന് ആലോചിക്കുകയാണ്. ഞാൻ അന്ന് വിവാഹം ചെയ്യുന്ന അന്ന് കുദാശ സ്വീകരിച്ച് പുറത്തേക്ക് വരുന്ന സമയത്ത് എൻ്റെ ഫാദറിനിൽ ഓടി വന്ന് എന്നെ ഷെയ്ക്കിൻ്റെ തന്നു പറഞ്ഞൊരു കാര്യമുണ്ട്, വെൽക്കം ടു അവർ ഫാമിലി എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഇന്നും ഞാൻ അവരുടെ മകളാണ്. അതിലെനിക്ക് നല്ല അഭിമാനമുണ്ട്. കാരണം അവരെന്നെ അതുപോലെ അവർ നമ്മളെ പൂർണ്ണമായിട്ടും ആ ദിവസം എൻ്റെ അടുത്ത് പറയുമ്പോൾ അത് ഉൾക്കൊണ്ട്, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അവിടെ കുറവുകളുണ്ടാവാം, അവിടെ വലിയ സന്തോഷങ്ങളുണ്ടാവാം. ആ സന്തോഷങ്ങളിൽ നമുക്ക് നന്നായിട്ട് ആനന്ദിക്കാനും, സങ്കടം വരുന്ന സമയത്ത് അത് അവരോട് പറയുമ്പോൾ കിട്ടുന്ന ആശ്വാസം അത് വലിയൊരു ആനന്ദമായിട്ട് മാറുന്നുണ്ട്. സങ്കടങ്ങളുണ്ടാകാം, അതുപോലെ തന്നെ സന്തോഷമുണ്ട്. മാഷ് പറഞ്ഞതുപോലെ സങ്കടമുണ്ട്, സന്തോഷമൊക്കെ എല്ലാ കുടുംബജീവിതത്തിലും ഉണ്ട്. പക്ഷെ നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മളത് അവരുടെ അടുത്ത് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് വലിയ അനുഭൂതിയാണ് കിട്ടുന്നത്. അതേസമയം നമുക്ക് ദുഃഖങ്ങളും ഉണ്ടാവും, ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ എല്ലാം ഉണ്ടാവും. അപ്പം നമ്മളത് അവരുടെ അടുത്ത്, പാരൻസിൻ്റെ അടുത്ത് നമ്മളത് പറയുമ്പോൾ അവർ നമ്മളെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അവരെന്നെ കേൾക്കുന്നു, അവരെന്നെ അംഗീകരിക്കുന്നു, അവരെന്നെ അവരുടെ മകളായിട്ട് സ്വീകരിക്കുന്നു. അതായത് മരുമകളല്ല, മകളായിട്ട് സ്വീകരിക്കുന്നു. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു ആനന്ദമുള്ളൊരു കാര്യം. വേറൊരു കാര്യമുണ്ട് ടീച്ചറെ. ഇപ്പോൾ ടീച്ചറിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അനുഭവിക്കുന്ന സന്തോഷം ദുഃഖവും ഈ ചില അമ്മമാരുടെ അടുത്ത് ഈ പെൺകുട്ടികൾ ചെന്നിട്ട് ദുഃഖം പറയുമ്പോൾ അവരിങ്ങനെ ഉഷാറാവും, സന്തോഷം പറയുമ്പോൾ കേൾക്കാത്ത പോലെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ അമ്മമാര്, ആൺകുട്ടികളുടെ അമ്മമാര് സന്തോഷം പറയുന്നത് കേൾക്കാൻ ഇഷ്ടമില്ല എന്ന്. അത് അപ്പൊ അങ്ങനെ എല്ലാ കേസിലും അങ്ങനെയാണോ? എല്ലാ കേസിലും അങ്ങനെയല്ല. ചില ആ കേസുകളിൽ ഈ അമ്മ
മകനെ ഭാര്യയിൽ നിന്ന് അകറ്റി കൂടെ നിർത്തും. അമ്മ മകളെ ഭർത്താവിൽ നിന്ന് അകറ്റി കൂടെ നിർത്തും. അപ്പോൾ ഈ ഒരു ഇത് തിരിച്ചറിഞ്ഞ് ഇത് കേൾക്കുന്ന പ്രേക്ഷകരിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും എന്ത് ചെയ്യണം? ഈ അമ്മമാരുടെ അപ്പന്മാരുടെ മൂഡ് ആദ്യം തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷകരമായിട്ട് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്കോ അപ്പനോ വിഷമം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് എന്തോ മനോരോഗം ഉണ്ടെന്നാണ്. ഞാൻ ദുഃഖം ഒരിക്കലും പറയാൻ പാടില്ല, ദുഃഖം വിളമ്പാനുള്ള സ്ഥലമല്ല എൻ്റെ വീട് എന്ന് ഈ കേൾക്കുന്നവർ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ബന്ധത്തെ വികസിപ്പിക്കാൻ ശ്രമിക്കണം. എനിക്ക് തോന്നുന്നു പല കുടുംബങ്ങളിലും ഇത്തരം ചില പരാതികളൊക്കെയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇൻവോൾവ്മെന്റ് വന്ന് അത് വിവാഹമോചനത്തിലേക്കൊക്കെ നയിക്കപ്പെടുന്നത്. പാപ്പ അതിൽ പറയാ, ഈ വിധത്തിൽ വിവാഹം തിരഞ്ഞെടുക്കുക എന്ന് എന്തു വന്നാലും വഴികളിൽ ഒന്നിച്ചായിരിക്കാനുള്ള ആത്മാർത്ഥവും ദൃഢവുമായ തീരുമാനത്തെ പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ ഈ വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതായിട്ട് മാപ്പ പറയണത്, എന്ത് പ്രശ്നം വന്നാലും ഒരുമിച്ച് നിൽക്കുക, അത് മരണം വരെ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു ദൃഢമായ തീരുമാനത്തെയാണ് ഈ സ്നേഹത്തിൽ, വിവാഹത്തിലുള്ള സ്നേഹം നമ്മെ ശക്തരാക്കുന്നതെന്നാണ് പാപ്പ പറയുന്നത്. ഒരിക്കലും ഭാര്യയും ഭർത്താവും പറഞ്ഞൊരു കാര്യമാണ്, വളരെ രസകരമായിട്ട് അവരത് അവതരിപ്പിച്ചത്. അതായത് ഭാര്യ ഭർത്താവിനോട് പറയാണ്, അടുത്ത ജന്മത്തിലും നിങ്ങൾ തന്നെ, അതായത് നമ്മൾ തന്നെ വിവാഹിതരാകണം. അപ്പോൾ ഭർത്താവിന് ഒത്തിരി സന്തോഷമായി, കാരണം അത്രയും എന്നെ മനസ്സിലാക്കി, അതുകൊണ്ടാണല്ലോ അടുത്ത ജന്മത്തിലും നമ്മൾ തന്നെ വിവാഹിതരാകണം. പക്ഷെ ഭാര്യ പറഞ്ഞ അടുത്തൊരു സെൻറ്റൻസ് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതായത് ഇവിടെ ഒരു ചെറിയ തിരുത്തുണ്ട്, ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അടുത്ത ജന്മത്തിൽ ഞാൻ ഭർത്താവും നിങ്ങൾ ഭാര്യയുമായിരിക്കണം. അതിനർത്ഥം ഈ നമ്മൾ പറഞ്ഞ ഈ കുറവുകൾ ഭാര്യയ്ക്ക് അറിയാം. അതായത് മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് ഭാര്യയ്ക്ക് അറിയാം. അത് തിരിച്ചറിയിക്കാനായിട്ട് ഭാര്യ വളരെ രസകരമായിട്ട് ഭർത്താവിനോട് പറഞ്ഞൊരു കാര്യമായിരുന്നു. അന്ന് ആ ഭർത്താവ് ചിന്തിച്ചു എന്ന് പറയണേ. അതായത് അത്രത്തോളം എന്നിൽ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, അവൾക്കത് മനസ്സിലാവുന്നുണ്ട്. അത് പക്ഷെ അവൾ നേരിട്ട് പറയുകയല്ല ചെയ്തത്, വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചു. അതൊരു കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ ദേഷ്യപ്പെടലോ ഒന്നും ആയിട്ടല്ല പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഭർത്താവ് ഒത്തിരി ചിന്തിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം അവരുടെ ഇടയിലുള്ള ഓരോ കാര്യങ്ങളും കുറച്ചും കൂടെ ബോധപൂർവ്വം അനലൈസ് ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് എത്രമാത്രം ദേഷ്യപ്പെടുന്നു എൻ്റെ ഭാര്യയുടെ അടുത്ത്. അല്ലെങ്കിൽ ചില സമയത്ത് ഞാൻ ഭാര്യ എന്തിനാ എൻ്റെ പാരൻസിൻ്റെ മുന്നിൽ ഷൗട്ട് ചെയ്യണേ, അവൾ നല്ലൊരു ഉദ്യോഗസ്ഥയാണ്, എന്നിട്ട് പോലും ഞാനത് പറഞ്ഞു. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവളിൽ നിന്ന് ഞാൻ എടുക്കുന്നുണ്ട്, പക്ഷേ എങ്കിലും അതൊന്നും മനസ്സിലാക്കാതെ ഞാൻ ഷൗട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്നൊരു തിരിച്ചറിവ്, വലിയൊരു തിരിച്ചറിവ് അവരിൽ ഇൻസൈറ്റ് കിട്ടിയെന്നാണ് പറയുന്നത്. ആ ഇൻസൈറ്റിൽ നിന്നാണ് പിന്നീട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് സാധ്യതയുണ്ടായി. നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഈ ആദ്യത്തെ ഭാഗത്ത് ചർച്ച ചെയ്തത് ഈ സ്നേഹത്തിന് വേണ്ടിയാണ് നമ്മൾ വിവാഹം ചെയ്യുന്നത്. അത് നമ്മൾ വളർന്ന ഭവനത്തെയും എല്ലാ സുരക്ഷിതത്വത്തെയും ഉപേക്ഷിച്ച് ഒരുമിച്ച് ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു ദൃഢ തീരുമാനത്തെയാണ് ഈ സ്നേഹത്തിലുള്ള വളർച്ച അല്ലെങ്കിൽ വിവാഹത്തിലുള്ള സ്നേഹം നമ്മളെ നയിക്കുന്നത്. ഇതാണ്. അപ്പോൾ എന്തു വന്നാലും ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു തീരുമാനമാണ് വിവാഹം എന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലിപ്പിങ്ങിലേക്ക് ശ്രദ്ധ തിരിക്കാം. ഏവരെയും ക്ലിപ്പിങ്ങിലേക്ക് ശ്രദ്ധിക്കുന്നു. എൻ്റെ പേര് ജാൻസി, എൻ്റെ ഭർത്താവിൻ്റെ പേര് ഷാജു. എനിക്ക് 2 മക്കളുണ്ട്, അവർ ട്വിൻസാണ്. അവരുടെ പേര് സ്വീറ്റി, സ്മീറ്റി. അവർ ഹോളി ഫാമിലി കോൺഗ്രിഗേഷനിൽ ഇപ്പോൾ ന്യൂഷിറ്റ് കാലഘട്ടത്തിലായിരിക്കുകയാണ്. അവർ പോയപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വേദനയുണ്ടായിരുന്നെങ്കിലും എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാൻ ഫുൾ സപ്പോർട്ടാണ്. പക്ഷേ എനിക്ക് ഒത്തിരിയേറെ സങ്കടം ഉണ്ടെങ്കിലും ആളെന്നെ ആശ്വസിപ്പിക്കും, ഒക്കെ ശരിയാവും, തമ്പുരാന് വേണ്ടിയല്ലേ, അങ്ങനെയെല്ലാം പറഞ്ഞ് നമ്മളെ ഒരുപാട് ആശ്വസിപ്പിക്കുകയും നമ്മുടെ ഏതവസ്ഥയിലും നമ്മോട് കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് വയ്യാത്തതായിരുന്നു, അപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ച് ഞാനൊന്നും ചിന്തിക്കാറില്ല. പക്ഷേ എന്നെ കണ്ടുമുട്ടിയപ്പോൾ ജീവിത പങ്കാളിക്ക് തോന്നി എന്നെ കൂടെ കൂട്ടിയാലോ എന്ന്. പക്ഷേ ആളെന്നെ കൂടെ കൂട്ടി, വയ്യാത്ത എന്നെ ഏറ്റെടുത്തു. ഇവിടം വരെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു. ഞാൻ രാവിലെ ജോലിക്ക് പോവും, പക്ഷേ ചേട്ടൻ എന്നെ കൊണ്ടാക്കി തരും. ബസ്സുകാരനോടത്ത് ഉച്ചതിരിഞ്ഞ് കൊണ്ടുവരാൻ വരും. പിന്നെ ഏത് കാര്യങ്ങളുണ്ടെങ്കിലും എന്നെ വിളിച്ചറിയിക്കും. അത് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാലും എല്ലാ കാര്യത്തിലും എന്നോടൊപ്പം നിൽക്കും.
ഞാൻ നന്നായി പാട്ട് പാടും, ഡാൻസൊക്കെ കളിക്കും. പക്ഷേ എനിക്ക് അതിൻ്റെ മുന്നിലേക്ക് വരാനുള്ളൊരു പേടിയും അതൊക്കെ ആയതുകൊണ്ട് ആളെന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് എന്നെ മുന്നിലേക്ക് കയറ്റി കൊണ്ടുവരാനായിട്ട് ഒരുപാട് ശ്രമിക്കാറുണ്ട്. എൻ്റെ ഭാര്യ എപ്പോഴും എനിക്ക് സപ്പോർട്ടാണ്. എനിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് വേണ്ടി നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. എൻ്റെ മക്കൾ ഹോളി ഫാമിലി സ്കൂളിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോഴേക്കാണ്. ആ സമയത്തേക്ക് വളരെയധികം ഫീലിങ്സ് ഉണ്ടായിരുന്നു. ആ സമയത്തേക്ക് നല്ല സപ്പോർട്ട്, ധൈര്യം തന്നിരുന്നത് എൻ്റെ ഭാര്യയാണ്. പിന്നെ ഏത് സമയത്തും എൻ്റെ കൂടെ നിന്ന് ഒരുപോലെ നിന്നിട്ട് എന്നെ സഹായിക്കുന്ന എൻ്റെ ഭാര്യ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ ദേഷ്യ സമയത്തൊക്കെ എന്നോട് നല്ല മൃദുലമായ സമീപനമാണ് എടുക്കാറ്. എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള സംസാരം അത് കേൾക്കുമ്പോൾ നമ്മുടെ ദേഷ്യം മാറുകയും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഭാര്യ എന്ന നല്ല രീതിയിൽ പറഞ്ഞു തരും. നമ്മൾ ഇവിടെ ക്ലിപ്പിങ്ങിൽ കണ്ടു, അതുപോലെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു, കുടുംബജീവിതത്തിൽ നമ്മൾ ശരിക്കും ഈ സ്നേഹത്തിൽ വളർന്നാൽ മാത്രമാണ് എനിക്ക് തോന്നുന്നു ഒരു സൊസൈറ്റിയെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. കാരണം ഇത് അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമല്ല. ഈ സ്നേഹം വളർന്ന് ഒരു സാമൂഹിക മാനത്തിലേക്ക് കടക്കേണ്ട ആവശ്യമുണ്ട്. പറയുന്നുണ്ട്, വിവാഹം ഒരു സാമൂഹിക സ്ഥാപനം എന്ന നിലയിൽ വിവാഹം സ്നേഹത്തിലുള്ള കൂടുതൽ അഗാധമായ പങ്കുവയ്ക്കലിനെയും സമർപ്പണത്തെയും സംരക്ഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് പലരുടെയും ധാരണ ഫാമിലി എന്ന് പറയുന്ന സ്ഥാപനം സമൂഹത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന ഒന്നാണെന്നാണ്. എനിക്കൊരു പെണ്ണിനെ കണ്ടപ്പോൾ ഒരു ആകർഷണം തോന്നി, പെണ്ണിനെ എന്നെ കണ്ടപ്പോൾ ആകർഷണം തോന്നി, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു, അതാണ് കുടുംബം എന്നാണ് ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് വ്യക്തി എന്ന തലത്തിൽ നിന്ന് സൊസൈറ്റിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ പല ആഗ്രഹങ്ങളും നമുക്ക് മുറിച്ച് മാറ്റേണ്ടി വരും. ഇപ്പം എനിക്ക് എൻ്റെ സ്വാഭാവിക നൈസർഗികമായൊരു ആഗ്രഹമാണ് മലമൂത്ര വിസർജനം. ഇതെൻ്റെ നാച്ചുറൽ കോളാണ്. ഇതെനിക്ക് റോട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും. എന്താ ചെയ്യാൻ പറ്റാത്തത്? അത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം ഞാൻ വ്യക്തി മാത്രമല്ല, ഒരു സാമൂഹിക ജീവിയാണ്. അപ്പോൾ ആ സാമൂഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എൻ്റെ ചില മോഹങ്ങളും ആഗ്രഹങ്ങളും സർക്കംസൈസ് ചെയ്ത് വെട്ടിക്കുറച്ച് ഇല്ലാണ്ടാക്കണം. എനിക്ക് പുകവലിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ പബ്ലിക് പ്ലേസിൽ നിന്നിട്ട് പുകവലിക്കുമ്പോൾ എന്നെക്കാട്ടിലെ അപകടം അടുത്ത് നിൽക്കുന്നവൻ്റെ ലങ്സിനാണ്. അതിനിപ്പോൾ സർക്കാർ നിയമം വെച്ചിട്ടുള്ളത്. അപ്പോൾ സാമൂഹിക ജീവിതത്തിലേക്ക് ഉൾപ്രവേശിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം സ്വന്തം ഇഷ്ടങ്ങളെ മുറിച്ച് മാറ്റാനായിട്ട് പഠിക്കണം. രണ്ടാമത്തെ കാര്യം സ്വാർത്ഥപരമായിട്ട് നമുക്ക് സാമൂഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. കാരണം ഇപ്പം ഞാൻ എൻ്റെ കോളേജിൽ ജോലി ചെയ്യുമ്പോൾ ശമ്പളം കിട്ടുന്നതിനനുസരിച്ച് മാത്രമേ ജോലി ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ യഥാർത്ഥ ജോലിക്കാരനല്ല. എനിക്ക് സർക്കാർ ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ ടാക്സ് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദേശസ്നേഹിയല്ല. സർക്കാരിൽ നിന്ന് കിട്ടുമോ കിട്ടില്ലയോ എന്ന് ചിന്തിക്കാതെ അങ്ങോട്ട് കൊടുക്കുന്നതിനെയാണ് നികുതി എന്ന് പറയുന്നത്. അപ്പൊ വിവാഹിതരാകാൻ ഒരുങ്ങുന്നവർ തന്നെ ഈ ഒരു സോഷ്യൽ കാഴ്ചപ്പാട് മനസ്സിൽ സൂക്ഷിക്കണം. ഞാൻ എൻ്റെ ഭർത്താവ് അല്ല, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം അല്ല, ഞാൻ ഡെവലപ്പ് ചെയ്യുന്നത് എൻ്റെ കുടുംബത്തെ മാത്രമല്ല ഒരു സമൂഹത്തെയും കൂടിയാണ്. ഇനി മക്കളുണ്ടാകുകയാണെങ്കിൽ മക്കളെ ഞാൻ സമൂഹത്തിന് നന്മയാകുന്ന രീതിയിൽ വളർത്താനുള്ള ചുമതലയുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചാൽ അപ്പോൾ ഇന്ന് സർക്കാരിൻ്റെ പരാതി ആരും ടാക്സ് കൊടുക്കണില്ല എന്നാണ്. ജനങ്ങൾ ചിന്തിക്കണത് ഞങ്ങൾ കൊടുത്തിട്ട് എന്താ പ്രയോജനം. അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം ഇത് വീട്ടിൽ വെച്ച് പരിശീലിപ്പിച്ച് വരണം. എന്ത് അത് വിശുദ്ധ കൊച്ചുത്രേസ്യ ഒരു പ്രാർത്ഥനയുണ്ട്, എൻ്റെ ഇന്നത്തെ എല്ലാ പ്രവൃത്തികളും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും ദൈവത്തിൻ്റെ നിയോഗങ്ങൾക്കും. അത് എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയുടെ വേറെ അർത്ഥം എൻ്റെ പ്രവൃത്തികൾ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്കും സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും. നമ്മൾ ഈ ഒരു സ്നേഹം പരിശീലിച്ച് സ്നേഹത്തിൽ വളരുമ്പം ശരിക്കും പറഞ്ഞാൽ ഭാര്യയ്ക്കും ഭർത്താവും പരസ്പരം ഒരു ഉറപ്പ് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ട്. ഞാനിപ്പോൾ ആലോചിക്കുക, എൻ്റെ ഒരു സഹപ്രവർത്തക പറഞ്ഞത് വെറുതെ സംസാരത്തിൽ ഇങ്ങനെ ഒരു കോമൺ ടോക്കിൽ വന്നതാണ്. ഞാനിങ്ങനെ എൻ്റെ ആദ്യ നാളുകളിലും ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ ചിലപ്പോൾ അത് ഇതൊക്കെ പറയും, പക്ഷെ എന്നെ ഒരിക്കലും ഡൈവേഴ്സ് ചെയ്തിട്ടാണ് ആള് വളരെ അല്ല ടീച്ചറെ. അതായത് നമ്മൾ ഈ എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ പറഞ്ഞു ഇതൊരു അതിസാഹസികമായ എടുത്തുചാട്ടാണ്. അൺസർട്ടനിറ്റി, എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിക്കില്ല എന്ന് അറിയാത്ത അൺസർട്ടനിറ്റി. ആ അൺസർട്ടനിറ്റിക്ക് ജീവിത പങ്കാളിക്ക് കൊടുക്കാവുന്ന ഉത്തരം എന്താ? മരണം വരെ നിന്നെ ഞാൻ എന്ത് ചെയ്യില്ല, ഉപേക്ഷിക്കില്ല. അതാണ് ട്രസ്റ്റ്.
അപ്പോൾ ആ ട്രസ്റ്റാണ് വിവാഹ ഉടമ്പടി പ്രാർത്ഥന. ഈ കത്തോലിക്ക സഭയുടെ ക്രിസ്തു മതത്തിൻ്റെ ഏറ്റവും നിർണായകമായ അടിത്തറ എന്ന് പറയുന്നത് ഭാര്യ ദമ്പതിമാർ പരസ്പരം കൊടുക്കുന്ന ട്രസ്റ്റാണ്. എടി പെണ്ണെ, നീ എന്നെ കൊന്നാൽ പോലും ഞാൻ നിന്നെ ഉപേക്ഷിക്കും. വിവാഹം സ്നേഹിക്കാനുള്ള വിളിയാണ്, സ്നേഹത്തിന് വേണ്ടി വിവാഹം ചെയ്യൽ എന്ന ആ ഒരു ചിന്തകളാണ് നമ്മൾ ഇത്രയും സമയം കേട്ടത്. മരണം വരെ ഒരുമിച്ച് നിൽക്കാൻ ഈ നിസ്വാർത്ഥമായ സ്നേഹത്തിലൂടെ സ്വാർത്ഥത മറന്നുകൊണ്ട് സമൂഹത്തെ വളർത്തിയെടുക്കാനുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ വളരട്ടെ. അങ്ങനെ നമ്മളുടെ ഈ സ്നേഹത്തിൻ്റെ സന്തോഷം നമ്മുടെ കുടുംബങ്ങൾ പൂർണ്ണമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഹൃദയത്തിൻ മുൻപിൽ മെഴുതി